ഇതൊരു മടങ്ങിവരവിന്റെ കഥയാണ്. സ്റ്റാർ പവർ കൊണ്ടും ക്രേസ് കൊണ്ടും തെലുങ്കിൽ ടോപ്പിൽ നിൽക്കുന്ന ആളുകൾ മഹേഷ് ബാബു, പവൻ കല്യാൺ, അതിന് തൊട്ടു താഴെ ജൂനിയർ NTR, രാം ചരൺ. എന്നാൽ 2015 ബാഹുബലിയോടുകൂടി ഇവരുടെയൊക്കെ താഴെ നിന്നിരുന്ന പ്രഭാസ് ഒറ്റയടിക്ക് ഏറ്റവും മുകളിലേക്ക് പോയി. എന്നാൽ ഇതിനൊക്കെ ഇടയിൽ മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞ ഹയറാർക്കിയിൽ ജൂനിയർ NTRന്റെയും രാം ചരണിന്റെയും തൊട്ടു താഴെ നിന്നിരുന്ന ഒരാൾ. എന്നാൽ കൂട്ടത്തിൽ മറ്റാർക്കും ഇല്ലാതിരുന്ന ഒന്ന് അദ്ദേഹത്തിനുണ്ടായിരുന്നു. മറ്റൊരു നാട്ടിൽ, സ്വന്തം നാട്ടിലെ അതേ ലെവൽ ക്രേസ്. ഈ പറഞ്ഞ മറ്റൊരു നാട് നമ്മുടെ കേരളം. ആക്ടർ, സ്റ്റൈലിഷ് സ്റ്റാർ അല്ലു അർജുൻ. 2018 വലിയ വിജയമാവാതെ പോയ നാ പേര് സൂര്യ എന്ന സിനിമയ്ക്ക് ശേഷം 2 വർഷത്തോളം ഇദ്ദേഹത്തിൻ്റെതായ സിനിമകളൊന്നും ഇറങ്ങിയില്ല. ഇനി എന്റെ മാത്രം പേഴ്സണൽ പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുകയാണെങ്കിൽ അന്ന് ഇദ്ദേഹത്തിൻ്റെതായ ഒരു സിനിമ ഞാൻ ആസ്വദിച്ച് കണ്ടിട്ട് കുറച്ച് വർഷങ്ങളായിരുന്നു. കാര്യം നാ പേര് സൂര്യ എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല. അതിനു മുൻപിറങ്ങിയ DJയും എനിക്ക് വർക്കായിട്ടില്ല. അതിനു മുൻപിറങ്ങിയ തെലുങ്കിൽ ഹിറ്റായ സരൈനോഡു എന്ന സിനിമയും എനിക്ക് ഇല്ലോജിക്കലായാണ് തോന്നിയത്. സോ ചുരുക്കി പറഞ്ഞാൽ നമ്മളൊക്കെ ഇദ്ദേഹത്തെ കണ്ട് ഇഷ്ടപ്പെടാൻ തുടങ്ങിയ ആര്യ, ഹാപ്പി, ബണ്ണി പോലുള്ള സിനിമകൾക്ക് ശേഷം, അതായത് 2010 ശേഷം ഇദ്ദേഹത്തിന്റെ 3 സിനിമകളാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ജൂലൈ, റേസ് ഗുറം, സൺ ഓഫ് സത്യമൂർത്തി. ഈ പറഞ്ഞതിൽ അവസാനത്തേത് റിലീസ് ആവുന്നത് 2015. സോ ചുരുക്കി പറഞ്ഞാൽ ഒരു 5 വർഷമായി ഇദ്ദേഹത്തിന്റെ ഒരു സിനിമ ഞാൻ ആസ്വദിച്ച് കണ്ടിട്ട്, 2 വർഷമായി ഇദ്ദേഹത്തിന്റെ ഒരു സിനിമ തന്നെ ഇറങ്ങിയിട്ട്. ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് 2020 അല വൈകുണ്ഠാപുരംലോ എന്ന ത്രിവിക്രം ശ്രീനിവാസന്റെ സിനിമയുടെ ഒരു ടീസർ ഇറങ്ങുന്നത്. നിങ്ങളിൽ എത്ര പേർ ആ ടീസർ ഓർക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അതിലൊരു നൈസ് സംഭവം ഉണ്ടായിരുന്നു. ഓപ്പോസിറ്റ് നിൽക്കുന്ന കഥാപാത്രം അല്ലു അർജുനോട് ചോദിക്കും, അതെന്താ നീ അവിടെ ഒരു ഗ്യാപ്പ് കൊടുത്തത് എന്ന്. അപ്പൊ അല്ലു അർജുൻ പറയും, ഗ്യാപ്പ് കൊടുത്തതല്ല, വന്നു പോയതാണെന്ന്. കാര്യം അത് സിനിമയിലെ ഒരു ഡയലോഗ് ആണെങ്കിലും പുള്ളിയുടെ കരിയറിലെ അപ്പോഴത്തെ ഒരു സ്റ്റേജിനെ കൃത്യമായി വരച്ചു കാട്ടുന്ന ഒരു സംഭവമായിരുന്നു അത്. അപ്പൊ ഈ ഒരു സംഭവം അന്ന് എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടിരുന്നു. ഒരു ഗ്യാപ്പിന് ശേഷം വലുതെന്തോ വരുന്ന പോലെ ഒരു സൂചന തന്നൊരു ഐറ്റം. അങ്ങനെ കൊടുക്കാം പടം റിലീസ് ആവുന്നു.